ഹലോ ഗൈസ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ടി വി ചാനലിൽ കൂടെയും അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞ നമ്മൾ വാട്സപ്പിൽ കൂടെ എല്ലാം ഒരു കുട്ടിയുടെ അസുഖത്തെ പറ്റിയും ആ കുട്ടിക്ക് ചികിത്സിക്കാൻ വേണ്ടി ആവശ്യമുള്ള പൈസയെ പറ്റി നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുട്ടിയെ നമുക്ക് സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ഇതറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അടുത്തായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ കുട്ടി പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ മരുന്ന് കിട്ടിയാലേ കണ്ണൂരിലെ 1.5 വയസ്സുകാരന് ജീവിതത്തിലേക്ക് തിരികെ എത്താനാകൂ. പേശികളെ ക്ഷയിപ്പിക്കുന്ന അപൂർവ രോഗം ബാധിച്ച മുഹമ്മദിനെ ചികിത്സിക്കാൻ ഒരു ഡോസിന് 18 കോടി രൂപ വിലയുള്ള സോൾജൻസ്മ എന്ന മരുന്നാണ് വേണ്ടത്. സുമനസുകളുടെ സഹായം തേടുകയാണ് മാട്ടൂലിലെ ഈ കുടുംബം. ഒന്ന് പിച്ച വയ്ക്കാനായുമ്പോഴേക്കും ദേഹം പൊടിഞ്ഞു പോകുന്ന വേദനയിൽ മുഹമ്മദ് അലറിക്കരയും. ചോക്ലേറ്റ് കയ്യിൽ കൊടുത്ത് റഫീഖ് അവനെ മാറോട് ചേർക്കും. പേശികളെ ക്ഷയിപ്പിക്കുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ആദ്യമായല്ല ഈ കുടുംബത്തെ നിസ്സഹായരാക്കുന്നത്. മൂത്ത മകൾ അഫ്രയ്ക്കും ഇതേ അട്രോഫി രോഗമാണ്. ഒന്ന് അനങ്ങാനാകാതെ 14 കൊല്ലമായി വീൽ ചെയറിൽ കഴിയുന്ന അഫ്രയുടെ ഇപ്പോഴത്തെ ആദ്യ എത്രയും കുഞ്ഞനിയനെ ഓർത്താണ്. എൻ്റെ കാലും നട്ടലൊക്കെ വളഞ്ഞ് ഒക്കെ ഇതായി, കിടക്കാനൊന്നും കഴിയില്ല, ഉറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനിയൻ്റെത് ഇപ്പം അങ്ങനെയല്ല, ഓന് കുറച്ച് എഴുന്നള്ളുണ്ട്. അപ്പോൾ എനിക്ക് ഈ മെഡിസിൻ കിട്ടിയാൽ ഓൻ രക്ഷപ്പെടും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ്. എന്നെപ്പോലെ ആവരുത്. 2 വയസ്സിന് മുന്നേ മുഹമ്മദിന് സോൾജൻസ്മ എന്ന മരുന്ന് നൽകിയാൽ രോഗം ഭേദമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. പക്ഷേ വിദേശത്ത് നിന്ന് എത്തിക്കേണ്ട മരുന്നിന് വേണ്ടത് 18 കോടി. 18 കോടി എന്ന് പറഞ്ഞത് ചെറിയൊരു ഇതല്ല, റേസ് അല്ല. എനിക്കറിയാം 18 റുപ്യ വരെ ഇല്ല ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ രാത്രി സത്യം പറയുന്നെങ്കിൽ ഉറങ്ങാറില്ല. എൻ്റെ ഈ മകൾ ഓരോ സമയം ഓരോ 5 മിനിറ്റ് ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ തന്നെ പറയും, എൻ്റെ കാല് മാറ്റിത്താ, എൻ്റെ തല മാറ്റിത്താ, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. ആ അവസ്ഥ എത്രയോ നമ്മൾ കണ്ടിട്ട് ഒരു വേദന അനുഭവിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയാണ്. അതുമാതിരി എൻ്റെ ഈ മകൻ ആവും എന്നുള്ള പേടിയിലാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നത്. 3 മാസം മുമ്പേ കണ്ട മോനല്ല ഇത്. ഇന്ന് കുറച്ച് ആരോഗ്യം കുറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഈ മകൻ എനിക്ക് രക്ഷപ്പെടുത്തണം, എന്നെ ഒന്ന് സഹായിക്കണം. സ്വപ്നം കണ്ടു തുടങ്ങുന്ന മുഹമ്മദിന്റെ ജീവനായി നമുക്കൊന്ന് കൈകോർത്തൂടെ? വിപിൻ മുരളിക്കൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഏവർക്കും ഒരുമിച്ച് നിന്ന് പോരാടണം. അപ്പോൾ അതിന് കേരളത്തിൽ നമുക്കറിയാം മൊത്തം 3.46 കോടി ജനങ്ങളുണ്ട്. അതിൽ വെറും 18 ലക്ഷം പേര് വിചാരിച്ചാൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ 18 ലക്ഷം പേര് വെറും 100 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെറും 100 രൂപ കൊടുത്ത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് അവരുടെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കേരള ജനതയ്ക്ക് ഏറ്റവും വലിയ ഒരു ഓണക്കൈനീട്ടം അല്ലെങ്കിൽ ഓണ സമ്മാനമൊക്കെ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 18 ലക്ഷം പേരിൽ ഞങ്ങളൊരു പാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളും അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇനി ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ സഹായിക്കാം. അപ്പോൾ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലെ തന്നെ അവരുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നമ്പറും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ പല യൂട്യൂബ് അല്ലെങ്കിൽ പല സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അത് കുറവാണെന്ന് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല ആൾക്കാരും ഇപ്പോഴും ചെയ്യാതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾക്ക് മോണിറ്റൈസേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല, നമ്മളല്ലാത്ത രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പലരും അങ്ങനെ ചെയ്ത് കണ്ടു. അവർക്കെല്ലാം നമ്മുടെ ഹാൻഡ്സ് ഓഫ്. അങ്ങനെ ചെയ്ത് വീഡിയോ ചെയ്ത് എല്ലാവർക്കും
ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കൂടെ കൂട്ടുക, എന്നിട്ട് അവരെ സഹായിക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 18 ലക്ഷം പേര് 100 രൂപ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു പുഞ്ചിരി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ കുട്ടി പുഞ്ചിരിക്കുമ്പോൾ നമ്മളും പുഞ്ചിരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കും അതൊരു വളരെയധികം മനസ്സിൽ, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെല്ലാവരെയും ആ സഹായിക്കുന്ന എല്ലാവരെയും രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പുണ്യം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും സഹായിക്കുക, എല്ലാവരും കൂടെ നിൽക്കുക. ആ കുട്ടി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരട്ടെ. ബൈ.